ഹായ് അസ്സാം വലൈക്കും. നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പൊരിച്ച പത്തിരി നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ നോക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് ഞാനിപ്പോൾ ഒരു വലിയ സവാള വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതങ്ങനെ കുറച്ചൊന്ന് ചെറുതാക്കി നമുക്ക് മുറിച്ചിട്ട് ഇതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ജാറിലേക്ക് ഒരു പിടിയോളം ചെറിയുള്ളി മുറിച്ചതാണ് നമ്മൾ തൊലി കളഞ്ഞത്, അതും ഒരു 8 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എരിവിനായിട്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകൊക്കെ ഇടാം. ഇത് അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളകാണ്, അത് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. പാകത്തിന് ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, ഓവറാവണ്ട. ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടണം. ഇനി നമുക്കതിലേക്ക് വേണ്ട വെള്ളമൊക്കെ ഒന്ന് അളന്ന് വെക്കാം. ആദ്യം തന്നെ അതൊക്കെ ഒന്ന് അളന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. നമുക്ക് ഒരു 250 ml ഒരു കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പോളം വെള്ളം വേണം. ഇപ്പോൾ 5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1.5 കപ്പോളം വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറുന്നതാണ്. ഞാനിപ്പോൾ അരിപ്പൊടി 250 ml 5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിനാണ് 5 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പിന് 1.5 കപ്പ്, 250 ml 1.5 കപ്പ് വെള്ളം എന്നുള്ള അനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പോളം വെള്ളം ഞാൻ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടി ഉപ്പ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഏതെങ്കിലും ഒരു ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രം എടുക്കണം. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് പൊടിയിടാനുള്ളതാണ്. അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ വെളിച്ചെണ്ണയോ ഒരു 2 സ്പൂണ് 2 മുതൽ 3 സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആയിട്ട് ചതച്ച് വെച്ചിരുന്നല്ലോ, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, അതൊന്ന് ഇട്ടിട്ട് ഒരു പച്ചമണം മാറണ വരെ ഒരു മിനിറ്റോളം ഏകദേശം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അളന്ന് വെച്ച വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ കുറച്ചൊന്ന് ഉപ്പ് വേണം. അതൊന്ന് വെള്ളം തിളക്കണ നേരം കൊണ്ട് നമുക്ക് അടുത്ത കൂട്ടൊന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് 3 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്, കുഞ്ഞുള്ളി. പിന്നെ അതേപോലെ മുറി തേങ്ങയാണ് വേണ്ടിയത്. പിന്നെ വേണ്ടിയത് 1 സ്പൂണോളം, വലിയൊരു സ്പൂണിന് തന്നെ 1 സ്പൂണോളം ജീരകമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന്, ജീരകമൊക്കെ നന്നായിട്ട് നമ്മൾ കടിക്കാൻ കിട്ടാത്ത രീതിയിൽ നന്നായിട്ട് പൊടിഞ്ഞു പോകണം, ക്രഷായിട്ട് വരണം. ജീരകം നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്ന തരത്തിൽ നമുക്കൊന്ന് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ജീരകം നന്നായിട്ട് പൊടിഞ്ഞരഞ്ഞ് വരണം, അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ അതൊക്കെ മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചതില്ലേ, നമ്മൾ അളന്നിട്ട് ഒരു 5 കപ്പോളം പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് വെള്ളവും പൊടിയൊക്കെ എടുക്കാം. പൊടിക്ക് ഒരു 1.5 കപ്പ് വെള്ളം എന്നുള്ള തരത്തിൽ എടുക്കാം. ഒരു കപ്പ് പൊടിക്ക് നമുക്ക് ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വെള്ളത്തൊക്കെ ഒന്ന് മിക്സാക്കി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഒന്ന് മൂടി വെക്കാം. 2 മിനിറ്റുകളൊക്കെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ആ ഒരു ചൂടോടൊക്കെ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബോൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടോടെ തന്നെ നമുക്ക് കുഴക്കണത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് നമുക്കിങ്ങനെ പതിയെ കുഴച്ചെടുക്കാം. ഞാനൊരു 1.5 കപ്പോളം ഇപ്പോൾ വെള്ളം സാധാ നോർമൽ വാട്ടർ എടുക്കുന്നുണ്ട്. അതൊന്ന് ആയിട്ട് കുഴച്ച് എടുക്കണം. ചൂടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് വെള്ളം തൊട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി.
ഇങ്ങനെ ഈ ഒരു ചൂടോടൊക്കെ തന്നെ കുഴച്ചാലാണ് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചൂടോടൊക്കെ തന്നെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ മൊത്തം നമ്മളത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ആ ഒരു കുറച്ച് വെള്ളം കൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ കൂട്ട് റെഡിയാക്കിയെന്നല്ലോ, അത് ചമ്മന്തിയും ജീരകവും ചെറിയ ഉള്ളിയും കൂടി ഉള്ളത്, ആ മിക്സ് നന്നായിട്ട് അത് മൊത്തം നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും എത്ര തരത്തിലൊന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇനി നമുക്കതിലേക്ക് കരിഞ്ജീരകമാണ്, അതൊരു 2 സ്പൂണോളം നന്നായിട്ട് കിഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ച കരിഞ്ജീരകമാണ്. അത് ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇങ്ങനെ കരിഞ്ജീരകമൊക്കെ ഞാൻ എടുത്തത്. ഇനി നമുക്കതിലേക്ക് കറുത്ത എള്ളാണ് 1 സ്പൂണോളം, ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയ എള്ള് 1 സ്പൂണോളം ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വലുപ്പമുള്ള ബോൾസ് തന്നെ ആക്കിയെടുക്കാം. ആ ബോൾസ് ഒന്ന് പരത്തിയെടുക്കാനായിട്ട് ഒന്നുകിൽ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പലകയിൽ വെച്ചിട്ട് ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കൈ കൊണ്ട് പരത്തുക ആദ്യം. എന്നിട്ട് നമുക്കിതൊന്ന് കോയിലുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി, കൈയിൻ്റെ പാടുകൾ അടയാളമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരേ തിക്നെസ്സിൽ കിട്ടും. കൗണ്ടർ ടോപ്പിലാകുമ്പോൾ വലിയ മാവ് എടുത്തിട്ട് ഒന്നാകെ പരത്തിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി, അതാവും എളുപ്പം. ഞാനിപ്പോൾ ഇങ്ങനെ പലകയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് കട്ടി ഉള്ള തരത്തിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ, തിക്ക് വേണം. എന്നാലേ നമുക്കത് നന്നായിട്ട് ഉള്ളൊക്കെ നല്ല പൊന്തി വരുന്നത് നമുക്ക് നല്ലപോലെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് അമർത്തിയാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്കത് പരത്തിയെടുക്കാൻ കഴിയും. ജസ്റ്റ് നമുക്ക് ഈ ഒരു പലക കൊണ്ട് കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് അത് കൈൻ്റെ ഒരു ഷേപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഏതെങ്കിലും സ്റ്റീൽ പാത്രമോ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലൊന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി വട്ടമുള്ളൊരു പാത്രം എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാതും കട്ട് ചെയ്തെടുക്കാം. പിന്നെ പ്ലേറ്റിലും അതുപോലെ തന്നെ എണ്ണ തേച്ചിട്ട് വേണം വെക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുള്ളൂ മാവ്. ഇങ്ങനെ എല്ലാതും ഈ ഒരു തിക്കിൽ 1/2 ഇഞ്ചോളം കട്ടിയിൽ നമുക്ക് ഇങ്ങനെ എല്ലാതും കട്ട് ചെയ്തെടുക്കാം. വട്ടത്തിൽ തന്നെ, അതാണ് ഭംഗി കാണാൻ. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കണേക്കാട്ടി മുന്നായിട്ട് നമുക്ക് എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോൾ മാവ് എടുത്തിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുത്താൽ 2 മിനിറ്റിനുള്ളിൽ അടിയിൽ നിന്ന് നന്നായിട്ട് മേലേക്ക് പൊന്തി വന്ന് ഇതുപോലെ നന്നായിട്ട് തിളക്കും. നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായതിന് ശേഷം ഇടേണ്ടത് നമ്മളെ ഈ ഒരു പത്തിരി, പൊരിച്ച പത്തിരി ഇടേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ 2 3 ഒക്കെ ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 2 വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് എടുക്കണം. 2 സൈഡ് അതുപോലെ തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ റെഡി ആകുമ്പോഴാണ് നന്നായിട്ട് പൊന്തി വരിക. അതുപോലെ തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പൊരിച്ച പത്തിരിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളാണത്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.